എല്ലാവർക്കും ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് 1201 ആണ്ട് ധനുമാസം 20 തീയതി 4/10/2026 ഞായറാഴ്ച. ഇന്ന് എല്ലാവരും വിശ്രമത്തിലാണ് അല്ലേ? എല്ലാവരും ഇന്ന് വിശ്രമം അനുഭവിക്കുന്ന ദിവസമാണ്. ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുവാനും ഒരുപാട് കാര്യങ്ങൾക്ക് തീരുമാനിക്കാനുമൊക്കെ ഈശ്വരൻ ഇടയാക്കട്ടെ. എല്ലാ നന്മകളും വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആദ്യമായി നമുക്ക് മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ഗുണദോഷ സമ്മിശ്രമായ ദിവസമാണെങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. പ്രതീക്ഷിച്ചിരിക്കാത്ത ചില കൂട്ടുകെട്ടുകൾ വന്നു ചേരാനും നല്ല ബന്ധങ്ങൾ, സുഹൃത്ത് ബന്ധങ്ങൾ വന്നു ചേരാനും അവരിൽ നിന്ന് സഹായം ലഭിക്കുവാനും കാര്യങ്ങൾക്ക് നിർദ്ദേശം ലഭിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുന്നത് മൂലം അഭിവൃദ്ധി ഉണ്ടാകാനും ഒക്കെ സാധ്യത തെളിഞ്ഞു വരുന്നൊരു ദിവസമായിരിക്കും ഇന്ന്. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. അധ്വാനശീലമുള്ളവർക്ക് ഇന്ന് സംതൃപ്തി ലഭിക്കുന്ന രീതിയിൽ വിളവെടുക്കാനൊക്കെ സാധിക്കുന്ന ദിവസമാണ്. മത്സ്യബന്ധന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ദിവസമായിരിക്കും. അതേപോലെ ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായ സാഹചര്യം തെളിഞ്ഞു വരുന്നതാണ്. ഉദ്യോഗത്തിനായി ശ്രമിക്കുന്നവർക്ക് ഇന്ന് അനുകൂലമായ വഴി തെളിഞ്ഞു വരുന്ന ദിവസമായിരിക്കും. ഉന്നതന്മാരുമായി ഇടപെട്ട് ചില ചർച്ചകൾ വിജയകരമായി പൂർത്തിയാക്കുവാനൊക്കെ സാധ്യതയുള്ള ദിവസമാണ്. ജീവിതം അനുഭവിക്കുന്നവർക്ക് പുതിയ മേഖലയിലോട്ട് പ്രവേശിക്കുവാനോ അല്ലെങ്കിൽ സന്തോഷകരമായ കൂട്ടായ്മകളിൽ ചെന്ന് ഏർപ്പെടുവാനോ ഒക്കെ നല്ലൊരു അനുകൂലമായ ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ആശ്വാസകരമായ ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. വിവാഹാധികാരികൾക്ക് തീരുമാനമുണ്ടാകുന്ന ദിവസമായിരിക്കും. കച്ചവടക്കാർക്ക് ഏറ്റവും അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. കൊടുക്കാതെ മുടങ്ങിക്കിടന്നിരുന്ന പല ചരക്കുകളും കച്ചവടം ചെയ്യാനായിട്ട് മലഞ്ചരക്ക് വ്യാപാരികൾക്ക് സാധ്യത തെളിഞ്ഞു വരുന്നൊരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്കും ആശ്വാസകരമായൊരു ദിവസമായിരിക്കും ഇന്ന്. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കും സന്താനങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ മറുപടികൾ ലഭിക്കുന്നതാണ്. ബന്ധുമിത്രാദികളെ കണ്ടുമുട്ടുവാനും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുമൊക്കെ ഇന്നത്തെ ദിവസം സാധ്യത കാണുന്നു. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദ, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും. ഒരുപാട് ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ദിവസമാണ്. കൃഷിക്കാർക്ക് വളരെയധികം ആനുകൂല്യം ലഭിക്കുന്ന ദിവസമാണ്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സ്ഥലം മാറ്റം അനുകൂലമായി ലഭിക്കാൻ സാധ്യതയുണ്ട്. ഉദ്യോഗ കയറ്റത്തിന് സാധ്യതയുണ്ട്. അതേപോലെ തന്നെ സാമ്പത്തിക നേട്ടത്തിനും സാധ്യത തെളിഞ്ഞു വരുന്നൊരു ദിവസമായിരിക്കും. സന്താനങ്ങളെക്കുറിച്ച് ഓർത്തുള്ള ആശങ്കകൾക്കൊക്കെ ഒരു പരിധിവരെ സമാധാനം ലഭിക്കുന്ന ദിവസമാണ്. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്കും ആശ്വാസം ലഭിക്കുന്ന ദിവസമായിരിക്കും. ബന്ധുമിത്രാദികളിൽ ചിലർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് മൂലം മനക്ലേശത്തിന് സാധ്യതയുണ്ട്. ആശുപത്രി സന്ദർശനത്തിനുമൊക്കെ സാധ്യത കാണുന്നു. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല്, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ആശ്വാസപ്രദമായ പല അനുഭവങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്ന ദിവസമാണ്. വിദ്യാഭ്യാസം മുടങ്ങിക്കിടക്കുന്നവർക്ക് തുടർ വിദ്യാഭ്യാസത്തിന് വഴികാട്ടിയായി ആരെങ്കിലും വരുന്നതായിട്ട് കാണുന്നു. സാമ്പത്തികമായി ഉണ്ടായിരുന്ന ക്ലേശങ്ങൾക്ക് ഒരു പരിധിവരെ ബുദ്ധിമുട്ടുകൾ തീരും എന്നുള്ള പ്രതീക്ഷ ഉണ്ടാകുന്ന ദിവസമാണ്. ഇന്ന് പ്രതീക്ഷകളുടെ ദിവസമാണ്. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായ ദിവസമാണ്. അതേപോലെ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പുതിയ പ്രതീക്ഷകൾ ഉടലെടുക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. കായികമായി ജോലി ചെയ്യുന്നവർക്ക് പുതിയ ജോലികൾക്കുള്ള വാഗ്ദാനമൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ള ദിവസമാണ് ഇന്ന്. താരതമ്യേന മെച്ചപ്പെട്ട ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം നോക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ദീർഘനാളുകളായി അനുഭവിച്ചുകൊണ്ടിരുന്ന പല സംഘർഷങ്ങൾക്കും, അതായത് അഷ്ടമശനി, കണ്ടകശനി കാലമാണല്ലോ. കണ്ടകശനി ഉണ്ടായിരുന്നു 2.5 വർഷം. അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഈ മാർച്ച് 23 നിങ്ങൾക്ക് അഷ്ടമശനി ആരംഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വളരെയധികം ക്ലേശകരമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർക്കൊക്കെ ആശ്വാസം ലഭിക്കുന്ന രീതിയിൽ ചില അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. ഉല്ലാസയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്.
നല്ല നാളെ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയും വാഗ്ദാനവും ചർച്ചയും ഒക്കെ വിജയിക്കുന്ന ഒരു ദിവസമായിരിക്കുമെന്ന് രാഷ്ട്രീയക്കാർക്ക് അനുകൂലമായ ദിവസമാണ്. അതേപോലെ തന്നെ ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നിയമപാലകർക്കുമൊക്കെ ഇന്നത്തെ ദിവസം വളരെ നല്ല ദിവസമായിരിക്കും. നിയമപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായ തീരുമാനങ്ങളിൽ എത്തുവാനായിട്ട് സാധിക്കുന്ന ദിവസമാണ്. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്തരമുക്കാല്, അത്തം, ചിത്തിരാര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണെങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. എന്നാൽ ആരോഗ്യസ്ഥിതി വളരെയധികം മോശമാകുന്നൊരു ദിവസമായിരിക്കും. ചില സർജറികൾക്ക് സാധ്യത തെളിയുന്ന ചില അസുഖങ്ങൾ വന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ട്. വീഴ്ച, ഒടിവ്, ചതവ്, മുറിവൊക്കെ ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. വളരെയധികം ശ്രദ്ധിക്കുക. എന്നാൽ സാമ്പത്തികമായി ഇന്നലെ വരെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് ശമനം ലഭിക്കുന്ന രീതിയിലുള്ള ചില സഹായഹസ്തങ്ങൾ അല്ലെങ്കിൽ സ്വന്തമായി സമ്പാദ്യങ്ങൾ, നിക്ഷേപങ്ങൾ ഉണ്ടായിരുന്നവർക്കതൊക്കെ തിരിച്ച് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷകളൊക്കെ ഉണ്ടാകുന്ന ദിവസമാണ്. ഏതെങ്കിലും രീതിയിൽ തർക്കത്തിൽപ്പെട്ട് കിടന്നിരുന്ന സാമ്പത്തികമായ കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാകുകയും ഒത്തുതീർപ്പ് ഉണ്ടാകുകയൊക്കെ ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും. വിവാഹ കാര്യങ്ങളിൽ ശ്രദ്ധ വച്ചിരിക്കുന്നവർക്കും അനുകൂലമായൊരു കാര്യമാണ് ഇന്ന്, അനുകൂലമായൊരു സാഹചര്യമാണ് ഇന്നുണ്ടാവുക. അതേപോലെ ഉല്ലാസയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമാണ്. വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്ന കുട്ടികൾക്ക് അവിടെ നിന്ന് അനുകൂലമായ അനുഭവങ്ങൾ അല്ലെങ്കിൽ അനുകൂലമായ മറുപടികൾ ലഭിക്കുന്നതാണ്. സന്താനങ്ങളെക്കുറിച്ചുണ്ടായിരുന്ന ആശങ്കകൾക്ക് ഒരു പരിധിവരെ സമാധാനം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. പങ്കാളിയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്ന ഒരു ദിവസവുമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരേര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ ദിവസമാണെങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. സ്വന്തമായി ജോലി ചെയ്യുന്നവർക്ക്, സാമ്പത്തികമായ ഇടപാടുകൾ നടത്തുന്നവർക്ക്, അതുപോലെ സാമ്പത്തികമായ കാര്യങ്ങളിൽ ഇടപെട്ടിരിക്കുന്നവർക്കൊക്കെ പ്രതീക്ഷ ഉണ്ടാകുന്ന വിധം ചില തീരുമാനങ്ങൾ എടുക്കാനും ചില നിർദ്ദേശങ്ങൾ ലഭിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അപവാദച്ചുഴിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അതിൽ നിന്നൊക്കെ മോചനം ലഭിക്കുവാനൊക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. പ്രത്യേകിച്ച് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് അത്തരത്തിലുള്ള ചില ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ദിവസമാണ്. നിയമപരമായ നടപടികൾ നേരിട്ട് വിഷമിക്കുന്നവർക്കും ഉന്നതന്മാരായ ചില ആളുകളുടെ ഇടപാട് മൂലം സത്യസന്ധത തെളിയിക്കപ്പെടുവാനുള്ള ഒരു വഴി തെളിഞ്ഞു വരുന്ന ദിവസമായിരിക്കും ഇന്ന്. നാളേക്ക് നല്ലൊരു പ്രതീക്ഷ ഉണ്ടാകുന്ന ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ നിന്ന് വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക. എന്നാൽ ഒരുപാട് തടസ്സങ്ങൾ നേരിടേണ്ടതായി കാണുന്നു. പ്രത്യേകിച്ച് വാഹനം കൈകാര്യം ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കുക. ഇന്നത്തെ ദിവസം വാഹനം ഓടിക്കാതിരിക്കുന്നതും ഗുണപ്രദമായിരിക്കും. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് തടസ്സങ്ങൾ ഉണ്ടാകുന്നതായി കാണുന്നു. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്ന ദിവസമാണ്. പങ്കാളിയുടെ സഹകരണവും സ്നേഹവും മൂലം നമുക്ക് പല പ്രശ്നങ്ങളും ഇന്ന് പറഞ്ഞ് ഒതുക്കിയൊക്കെ തീർക്കാനായിട്ട് സാധ്യതയുണ്ട്. ചില കലഹങ്ങൾ പുറപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് ബന്ധുമിത്രാദികളുമായി ഉരസലുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. കലഹം ഒരിക്കലും സമാധാനം തരുന്ന ഒരു ഘടകമല്ല. കലഹത്തിലേർപ്പെട്ടാൽ വീണ്ടും നമുക്ക് മനപ്രയാസമാണ് ഉണ്ടാവുക. എല്ലാം സൗമ്യതയോടുകൂടി സന്തോഷത്തോടുകൂടി മുൻപോട്ട് കൊണ്ടുപോകേണ്ടതാണ്. സംസാര രീതിയിലുണ്ടാകുന്ന ചില പാളിച്ചകൾ മൂലം ശത്രുക്കൾ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കുമെന്ന് ആരെയും വേദനിപ്പിക്കാത്ത രീതിയിൽ സംസാരിക്കാൻ ശ്രദ്ധിക്കുക. സന്താനങ്ങളെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ സബലീകരിക്കാൻ സാധ്യത തെളിഞ്ഞു വരുന്നൊരു ദിവസമായിരിക്കും. അതുപോലെ കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇന്ന് അനുകൂലമായ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാട, ഉത്രാടം, കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ ആഹ്ലാദപരമായ പല കാര്യങ്ങളും പങ്കെടുക്കുവാനും മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്ത് വിജയം കൈവരിക്കുവാനും സാമ്പത്തികമായി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഒരു അറുതി വരുന്ന രീതിയിലുള്ള അവസരങ്ങൾ തെളിഞ്ഞു വരുന്നതിനുമൊക്കെ സാധ്യത കാണുന്നു. ദൂരെ യാത്രയ്ക്കുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്ന ദിവസമാണ്. ബന്ധുമിത്രാദികളുമായി കൂടിച്ചേരാൻ സാധ്യതയുണ്ട്. എന്നാൽ ചില ബന്ധുമിത്രാദികളുടെ വേർപാടോ മാതാപിതാക്കളുടെ ദുരിതമൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് ഈശ്വര പ്രാർത്ഥനയിലൂടെ മുമ്പോട്ട് പോവുക. ഈശ്വര പ്രാർത്ഥന അനിവാര്യമാണ്. കണ്ടകശനി കാലമായതുകൊണ്ട് വാഹനങ്ങൾക്ക് കേടുപാടുകൾ വരാനും ഗ്രഹോപകരണങ്ങൾക്ക് കേടുപാട് വരാനും ഒക്കെ സാധ്യതയുണ്ട്. തീർച്ചയായും ധനുക്കൂറുകാർ കുടുംബക്ഷേത്ര ദർശനം നടത്തുകയും
എല്ലാ വിഭാഗക്കാരും അവരവരുടെ മാതാവിൻ്റെയും പിതാവിൻ്റെയും പരിസരത്തുള്ള പള്ളികളിലോ ക്ഷേത്രങ്ങളിലോ ഒക്കെ ദർശനം നടത്തുകയുമൊക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം നല്ല ഒരു ദിവസമായിരിക്കും. എങ്കിൽ കൂടിയും ഉച്ചയ്ക്ക് ശേഷം ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് വാഹനം ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർ റെസ്റ്റ് എടുക്കുന്നതാണ് ഇന്നത്തെ ദിവസം ഉചിതമായി കാണുന്നത്. സാമ്പത്തികമായ ഇടപാടുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം അത്ര തന്നെ നല്ല ഒരു അനുഭവം ഉണ്ടാകുന്ന ദിവസമല്ല. ബാങ്കുകൾ, പ്രൈവറ്റ് ബാങ്കുകളൊക്കെ നടത്തുന്നവർക്ക് ചില നിയമപരമായ വെല്ലുവിളികൾ നേരിടേണ്ടതായിട്ട് കാണുന്നു. സുഖകരമായ ഒരുപാട് അനുഭവങ്ങൾ ഭാവിയിലുണ്ടാകും എന്നോർത്ത് തെറ്റായ മാർഗത്തിലൂടെ പണം സമ്പാദിക്കുന്നവർക്കും ചില വെല്ലുവിളികൾ നേരിടേണ്ടതായിട്ട് കാണുന്നു. സന്താനങ്ങളിൽ ചിലർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതനുസരിച്ച് മനക്ലേശം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സന്താനങ്ങളുമായി സംസാരിച്ച് കലഹങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. കലഹം ഒന്നിനും ഒരു പരിഹാരമല്ലാത്തതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ആത്മനിയന്ത്രണത്തോടുകൂടി മുൻപോട്ട് പോവുക. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ ദിവസമാണ്. തികച്ചും അപ്രതീക്ഷിതമായ ചില ജോലികൾ അഡീഷണലായിട്ട് വന്നു ചേരാൻ സാധ്യതയുണ്ട്. വിശ്രമ ജീവിതം അനുഭവിക്കുന്നവർക്ക് ചില ക്ലേശങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. സ്വന്തമായി എന്തെങ്കിലും ആരംഭിക്കാനിരിക്കുന്ന ആളുകൾക്ക് ചില മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. സ്ഥലം മാറ്റത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ ഒരു സംഗതി വന്നു ചേർന്നേക്കാമെന്നോ ഏതെങ്കിലും ഉന്നതമായ തലത്തിലിരിക്കുന്നവരിൽ നിന്ന് മറുപടി ലഭിക്കുന്ന ദിവസമാണ്. സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്ന ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ കച്ചവടക്കാർക്ക് ഇന്ന് വളരെ പരാജയം അനുഭവപ്പെടുന്ന ഒരു ദിവസമാണ്. സാമ്പത്തികമായി ചിലവ് വർദ്ധിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുട്ടാതി, കാല, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക. ഗുണാധിക്യമാണ് കാണുന്നത്. ഗ്രഹോപകരണങ്ങൾക്ക് കേടുപാടുകൾ വരാൻ സാധ്യതയുണ്ട്. സ്വന്തമായി ജോലി ചെയ്യുന്നവർക്ക്, സ്വന്തമായി ഗ്രഹം മോടി പിടിപ്പിക്കുന്നവർക്ക് ചില വീഴ്ച, ഒടിവ്, ചതവ്, മുറിവൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ വളരെ ശാന്തമായി ഓരോ കാര്യവും മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് ഈശ്വരാധീനം ഉണ്ടാവട്ടെ. ഈശ്വര പ്രാർത്ഥന അനിവാര്യമാണ്. പുതിയ പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടാനായി തീരുമാനങ്ങൾ കുടുംബാംഗങ്ങളുമായി കൂടിയാലോചിച്ച് തീരുമാനമെടുക്കാനായിട്ട് സാധ്യത വരുന്ന ഒരു ദിവസമാണ്. സന്താനങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. സഹോദരങ്ങളിൽ ചിലരുമായി ചില തർക്കങ്ങൾ ഏർപ്പെടാനും വസ്തു സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഉരുത്തിരിയാനുമൊക്കെ സാധ്യത കാണുന്നു. സാമ്പത്തികമായി ഉണ്ടായിരുന്ന ക്ലേശങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായി മാർഗങ്ങൾ കാണുന്ന ദിവസമാണ്. പാരലൽ ജോബ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലി കൂടാതെ ഒരു എക്സ്ട്രാ ജോലി, ഇൻകം വരുന്ന ഒരു ജോലിയൊക്കെ കണ്ടുപിടിക്കാനായിട്ടൊക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. എല്ലാവർക്കും ഇന്നത്തെ ദിവസം ഏറ്റവും അനുഗ്രഹപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാളെ വീണ്ടും കാണാം. നമസ്കാരം.